ഡയറക്ഷൻ ചെയ്യുന്നത് വലിയ കാര്യം തന്നെ. അദ്ദേഹം ഡയറക്ഷൻ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് എല്ലാം അറിയാവുമ്പോൾ അതാണ് എൻ്റെ പ്രത്യേകത. എല്ലാം അറിയാമല്ലോ, എവിടെയൊക്കെ എന്തൊക്കെ വേണമെന്നും കൂടെ അറിയാവുന്ന ഒരാളായിരിക്കുമല്ലോ അദ്ദേഹം ഡയറക്ഷനിലേക്ക് ഇങ്ങോട്ട് വരുമ്പോൾ. അല്ലെങ്കിൽ മലയാള സിനിമയിൽ ഇപ്പം കുറച്ച് നാളുകളായിട്ട് ഈ ഇടയ്ക്ക് 2 സിനിമകൾ അടുപ്പിച്ച് വന്ന് പ്രൊമോഷനൊക്കെ വരുന്നുണ്ട്. ചില സമയങ്ങളിൽ മലയാള സിനിമയിൽ നിന്ന് മാറി തമിഴിലേക്കും ഒരു യാത്രയൊക്കെ ആയിട്ട് ഇങ്ങനെ പോകാറുമുണ്ട്. ഇനിയിപ്പോൾ മലയാളത്തിൽ നിന്ന് സജീവമായിട്ട് നിൽക്കണമെന്ന് തീരുമാനിച്ചുറയ്ക്കുകയോ ഉറപ്പിക്കുന്നില്ലേ? എനിക്ക് തോന്നുന്നു ഒന്ന് മാറി എന്നിട്ട് പിന്നെ വരും, പിന്നെ കാണില്ല, പിന്നെ പോകും. എന്റെ കയ്യിലല്ലല്ലോ ഒരു യാത്രയൊക്കെ ഇങ്ങനെ അറിഞ്ഞുകൊണ്ട് ചെയ്യണമെന്നല്ലോ. ഇനി കുറച്ചു കാലം മലയാളത്തിൽ നിന്ന് മാറി തമിഴ്നാട്ടിലായാലോ. അങ്ങനെയല്ലല്ലോ. എനിക്ക് വരുന്ന സ്ക്രിപ്റ്റ്സ് അതിപ്പോൾ ഏത് ലാംഗ്വേജിലാണോ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നു, തമിഴിലാണെങ്കിൽ തമിഴ്, മലയാളത്തിൽ നിന്ന് വരികയാണെങ്കിൽ മലയാളത്തിൽ ചെയ്യും. അല്ലാണ്ട് ബോധപൂർവ്വം ഞാൻ കുറച്ച് നാൾ ഇനി മലയാളത്തിൽ ചെയ്തിട്ട് എന്നാൽ ഇനി ഒരു ബ്രേക്ക് എടുത്ത് തമിഴിലേക്ക് പോകും, അങ്ങനെ ഞാൻ ചെയ്തിട്ടില്ല. വരുന്നത് ഏത് ലാംഗ്വേജിൽ നിന്നാണോ, ഏത് സ്ക്രിപ്റ്റാണോ ബെറ്റർ അത് നോക്കി. മലയാളത്തിൽ എപ്പോഴും സിനിമകൾ ചെയ്യണം തന്നെയാണ് ആഗ്രഹം. കാരണം എൻ്റെ മാതൃഭാഷ മലയാളമാണ്. എനിക്ക് കുറച്ചും കൂടി ഡയലോഗ് ഡെലിവറിയുടെ കാര്യങ്ങളായിക്കോട്ടെ. മറ്റേത് തമിഴിലാണെങ്കിൽ എനിക്കത് ഞാൻ കാണാപ്പാടം പഠിച്ച് എനിക്ക് പറയാനേ പറ്റുള്ളൂ. പക്ഷെ മലയാളത്തിൽ എനിക്ക് ആ ഫ്രീഡം ഉണ്ട്. ഞാനൊരു വാക്ക് മറന്നുപോയാൽ അതിന് റീപ്ലേസ് ചെയ്യാനുള്ള വൊക്കാബുലറി ഉണ്ട്. അപ്പോൾ അങ്ങനെ, അല്ലെങ്കിൽ എനിക്ക് എൻ്റെതായ രീതിക്ക് പറയാം. അപ്പം അങ്ങനത്തെ ഫ്രീഡം ഉണ്ട്. പിന്നെ അവിടെയും ഇവിടെയും ഡിഫറൻസ് ഉണ്ട് ബാക്കി കാര്യങ്ങളിലൊക്കെ ആയാലും. അപ്പോൾ എപ്പോഴും എനിക്ക് മലയാളത്തിൽ സിനിമകൾ ചെയ്യണം തന്നെയാണ് ആഗ്രഹം. നല്ല സിനിമകൾ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ നല്ല ക്യാരക്ടേഴ്സ് വരികയാണെങ്കിൽ, ആളുകൾ വിളിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മലയാളത്തിൽ തന്നെ ചെയ്തു വെച്ചിരുന്ന സിനിമകളൊക്കെ നമ്മൾ നോക്കുമ്പോൾ നല്ല നല്ല സിനിമകളുടെ ഭാഗമായി തന്നെയാണ് പോകുന്നത്. ഇനി ജമോൾക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കുറേ കഥാപാത്രങ്ങൾ മലയാളത്തിൽ ഇനിയും ബാക്കിയുണ്ടാവും. നമ്മൾ അഭിനയം തന്നെയാണ് നമ്മുടെ ജീവിതം. അഭിനയം തീരുന്നില്ല, എത്ര പഠിച്ചാലും അഭിനയം തീരുന്നില്ല. മമ്മൂക്കാടെ വാക്ക് കടമെടുത്ത് തന്നെ പറയുകയാണെങ്കിൽ നമുക്ക് അഭിനയം തന്നെയാണ് നമുക്ക് ഭ്രാന്ത് എന്ന് പറയാം ഏറ്റവും കൂടിയെന്ന്. ആ അഭിനയത്തിലേക്ക് ഇനി ചെയ്യണമെന്ന് ചോദിക്കുക, ആ ഒരു മനസ്സിൽ തോന്നുന്നില്ല നമുക്ക് തോന്നുന്ന ആഗ്രഹം കുറേ ഉണ്ടാവുള്ളൂ. ഇന്ന കഥാപാത്രം, ചില ആൾക്ക് ഫൈറ്റ് അല്ലെങ്കിൽ ഫുൾ കോമഡി ആയിട്ട് വേണം, അല്ലെ ആ രീതിക്ക് അങ്ങനെ എനിക്കൊരു ഫൺ ആയിട്ടുള്ള ഒരു മൂവി ചെയ്യണം എന്നുണ്ട്. ഞാൻ ഇതുവരെ അങ്ങനെ ത്രൂ ഔട്ട് ഫൺ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്തിട്ടില്ല. കട്ടപ്പനയിലെ ഋതിക് റോഷനിലാണ് ചെറുതായിട്ടെങ്കിലും ഫൺ എലമെന്റ്സ് ഉള്ള ഒരു ക്യാരക്ടർ ചെയ്തിട്ടുള്ളത്. അപ്പം അങ്ങനെ ഈ കുറേ സീരിയസ് ക്യാരക്ടേഴ്സ് എന്നുള്ളതല്ലാണ്ട് കുറച്ചുകൂടി ഫൺ എലമെന്റ്സ് ഉള്ള ഒരു ക്യാരക്ടർ ചെയ്യണം എന്ന് ആഗ്രഹമാണ്. ഈ ബേസിലൊക്കെ കണ്ടുപിടിച്ചാൽ കുറേ ഫണ്ട് കിട്ടുകയും ചെയ്യുന്നുണ്ടോ? ബേസിലെ കൂടെ ഇരുന്നാൽ തന്നെ ഇല്ല, ഞങ്ങളുടെ വൈബ് അതല്ല. പോക്കറ്റിൽ എടുത്ത് കൊടുക്കല്ല, അതല്ല. ഇച്ചിരി ഫണ്ട് തരുമോ എന്ന് ചോദിക്കുമ്പോൾ കണ്ടുപിടിച്ചാൽ കൊടുക്കാൻ ഞാൻ പറഞ്ഞില്ല. അതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു കാര്യം? ഒരാൾക്ക് ഫണ്ണി ആവാൻ പറ്റാന്ന് പറയുന്നത് കണ്ടുപിടിക്കണം. അത് കുറച്ചൊക്കെ നമുക്ക് കോമഡികളാണ് ഏറ്റവും ഇഷ്ടം, സീരിയസ് കഥാപാത്രമാണ് ഏറ്റവും ഇഷ്ടം. പറഞ്ഞില്ലേ പൊന്മാൻ അല്ലാതെ ചോദിച്ചാൽ ഈ എനർജി എനിക്ക് കാണാൻ ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് ഇത്രയും ഇങ്ങനെയുള്ള ആളുകളുടെ കൂടെ കുറച്ചധികം സമയം സ്പെൻഡ് ചെയ്യാൻ ആസ് എൻ ഇൻട്രോവേർട്ട് എനിക്ക് ബുദ്ധിമുട്ടാണ്. ഓക്കെ ആണോ? ഹാപ്പി ആണോ? അല്ല, ഈ ഉത്തരം മതിയോ ചോദിച്ചതാ. എനിക്ക് വേണ്ടി പറഞ്ഞ ഉത്തരം ഞാനാണോ ചോദ്യം? അല്ല, നിങ്ങള് അവിടെ ഇരുന്നിട്ട് ചോദ്യം ചോദിച്ചിട്ട് നിങ്ങളുടെ അടുത്തല്ലേ ഉത്തരം പറയേണ്ടത്, എന്റെ അടുത്താണോ ഉത്തരം പറയാൻ? നമ്മളാണ് അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.